കൊച്ചിയിൽ നടന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് അവസാനിച്ചിരിക്കുന്നത് കേരളത്തിലേക്ക് 1.5 ലക്ഷം കോടിയിലേറെ രൂപയുടെ വ്യവസായ നിക്ഷേപം എത്തുമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ്. വ്യവസായ ലോകം ഒന്നാകെ കൊച്ചിയിൽ സംഗമിച്ച ഉച്ചകോടി നടന്നത് 2 ദിവസമായിരുന്നു. വികസനം എത്തിക്കുന്നതിൽ രാഷ്ട്രീയ ഭിന്നതകൾ തടസ്സമാകില്ലെന്നും കൂടുതൽ നിക്ഷേപവും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാൻ കേരളം ഒറ്റക്കെട്ടാണെന്നുമുള്ള സന്ദേശമാണ് അവിടെ മുഴങ്ങിക്കേട്ടത്. കേരളത്തിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന 1.52 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമാണ് ഉള്ളത്. 374 കമ്പനികൾ നിക്ഷേപ സന്നദ്ധത അറിയിച്ച് താൽപര്യപത്രം ഒപ്പിട്ടു. 66 കമ്പനികൾ സമാപന ചടങ്ങിൽ താൽപര്യപത്രം കൈമാറി. 26 കമ്പനികൾ 1000 കോടിക്ക് മുകളിലാണ് നിക്ഷേപം പ്രഖ്യാപിച്ചത്. വ്യവസായം ആരംഭിക്കുന്നതിൽ അതിവേഗ ഇടപെടലും തുടർ നടപടികളും ഉണ്ടാകുമെന്ന പ്രഖ്യാപനമാണ് സംരംഭകർക്ക് ആവേശമായി മാറിയിരിക്കുന്നത്. വികസന സൂചികകളിലെ 1ാം സ്ഥാനങ്ങളും നിക്ഷേപ സൗഹൃദ അന്തരീക്ഷവും കേരളത്തെ സംരംഭക ലോകത്തിന് പ്രിയപ്പെട്ടതാക്കിയെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പലരുടെയും പങ്കാളിത്തം. 26 രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെ 3000-ഓളം പ്രതിനിധികളാണ് പങ്കെടുത്തത്. കേരളത്തിന്റെ സാധ്യതകളെ തുറന്നുകാട്ടിയ അവതരണങ്ങൾ നടന്ന 30 പ്രത്യേക സെഷനുകളിൽ പ്രതിനിധികളുടെ സജീവ പങ്കാളിത്തം ശ്രദ്ധേയമായി. കേരളത്തിൽ 5 വർഷത്തിനുള്ളിൽ 5000 കോടിയുടെ നിക്ഷേപം നടത്തുമെന്നാണ് ലുലു ഗ്രൂപ്പ് പ്രഖ്യാപിച്ചത്. 15000 പേർക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കുന്ന സംരംഭങ്ങൾ തുടങ്ങുമെന്നും പ്രഖ്യാപനത്തിൽ പറയുന്നു. ഗ്ലോബൽ സിറ്റി, IT ടവർ, ഫുഡ് പ്രോസസിംഗ് പാർക്ക് എന്നിവ ലുലു ഗ്രൂപ്പിന്റെ പുതിയ സംരംഭങ്ങളിൽ പെടും. അദാനി ഗ്രൂപ്പ് 30,000 കോടിയുടെ നിക്ഷേപം നടത്തുമെന്നാണ് പ്രഖ്യാപനം. വിഴിഞ്ഞത്ത് 20,000 കോടി രൂപയുടെ അധിക നിക്ഷേപം നടത്തും. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 3000 കോടിയുടെ നിക്ഷേപ വാഗ്ദാനം നടത്തിയിട്ടുണ്ട്. ആംസ്റ്റർഡാം ഹെൽത്ത് കെയർ 850 കോടി രൂപയുടെ നിക്ഷേപമാണ് നടത്തുക. ദുബായ് ആസ്ഥാനമായ ഷറഫ് ഗ്രൂപ്പ് ലോജിസ്റ്റിക് രംഗത്ത് 5000 കോടി രൂപയുടെ നിക്ഷേപവും പ്രഖ്യാപിച്ചു. മലബാർ ഗ്രൂപ്പ് 3 പദ്ധതികളിലായി 3000 കോടിയുടെ നിക്ഷേപവും പ്രഖ്യാപിച്ചു. മികച്ച സാധ്യതകൾ ഒരുക്കുന്ന കേന്ദ്രമാണ് കേരളമെന്ന് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് ചർച്ചയിൽ പങ്കെടുത്ത് നിക്ഷേപക പ്രതിനിധികൾ പറഞ്ഞു. രാഷ്ട്രീയ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും മാതൃകാപരമായ പിന്തുണയാണ് ഇവിടേക്കെത്തുന്ന നിക്ഷേപകർക്ക് ലഭിക്കുന്നത്. ലളിതമായ നിയമങ്ങൾ കൂടുതൽ വ്യവസായങ്ങൾ കേരളത്തിൽ ആരംഭിക്കുന്നതിന് പ്രോത്സാഹനമാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും പുതിയ സംരംഭകരെ സ്വാഗതം ചെയ്യുന്നതിലും സ്റ്റാർട്ടപ്പ് തുടങ്ങുവാനും സൗഹൃദപരമായ അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. കൊറോണയുടെ സമയത്ത് പോലും വർക്ക് ഫ്രം ഹോം പോലുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും ഓരോ മേഖലയെയും ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് മാതൃകാപരമായാണ്. അനുകൂലമായ സ്ഥലം, മികച്ച അടിസ്ഥാന സൗകര്യം, കണക്ടിവിറ്റി, പുരോഗമനപരമായ നയങ്ങൾ എന്നിവയ്ക്കൊപ്പം വൈദഗ്ധ്യമുള്ള യുവതലമുറയും കേരളത്തിന് സ്വന്തമാണ്. ഇന്നൊവേറ്റീവ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഹബ്ബായി കേരളം മാറിയിട്ടുണ്ട്. സുസ്ഥിരമായ ഭാവിയും ദീർഘകാല വളർച്ചയും ലക്ഷ്യമിടുന്നവർക്ക് മികച്ച സ്ഥലമാണ് കേരളം. പരമ്പരാഗത വ്യവസായങ്ങൾ, മെഡിക്കൽ ഇൻഡസ്ട്രി, അഗ്രോ പ്രോസസിംഗ്, ലോജിസ്റ്റിക്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്, ടൂറിസം എന്നിവയിലൊക്കെ കേരളത്തിൽ വലിയ സാധ്യതകളുണ്ട്. രാജ്യത്തെ ഏറ്റവും നിക്ഷേപ സൗഹൃദ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഇൻഡസ്ട്രിയൽ നയങ്ങളിൽ ഉണ്ടായിരുന്ന പല നിയന്ത്രണങ്ങളും നീക്കിയതും ഗുണകരമായിട്ടുണ്ടെന്നും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വിവിധ പ്രതിനിധികൾ പറഞ്ഞു. കേരളത്തിന്റെ വ്യവസായ മേഖലയിലെ മികവാർന്ന പ്രതിച്ഛായ ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടാൻ ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിക്ക് കഴിഞ്ഞു. ഇനി 3 വർഷത്തിലൊരിക്കൽ ഉച്ചകോടി നടത്താനാണ് സർക്കാർ തീരുമാനം. ആഗോള നിക്ഷേപകരുടെ അഭ്യർത്ഥന മാനിച്ച് ഉച്ചകോടി വർഷത്തിൽ നടത്താൻ കഴിയുമോ എന്നത് പരിശോധിക്കുമെന്നും വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു. കൊച്ചിയിൽ നടന്ന പരിപാടിയിൽ ശ്രദ്ധേയമായ ഒന്ന് പ്രതിപക്ഷ നേതാക്കളുടെ പങ്കാളിത്തമായിരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും എല്ലാം കൊച്ചിയിലെത്തിയിരുന്നു. കേരളത്തെ നിക്ഷേപ സൗഹൃദമാക്കാൻ സംസ്ഥാന സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതായിട്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ പാർട്ടികൾ നിക്ഷേപകർക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുമെന്നും സമിറ്റിയിലെ അതിഥികളെ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കേരളത്തിൽ വ്യവസായത്തിന് അനുകൂലമായ സാഹചര്യമാണുള്ളത്. രാജ്യത്ത് ആദ്യമായി സ്റ്റാർട്ടപ്പ് പോളിസി കൊണ്ടുവന്ന സംസ്ഥാനം കേരളമാണ്. ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, സ്റ്റാർട്ടപ്പ് മിഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾ IT മേഖലയെ മുന്നോട്ട് നയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. എത്തിയ പ്രപ്പോസലുകളെല്ലാം നല്ലതാണെന്നും അവയെല്ലാം തന്നെ പ്രാവർത്തികമാകട്ടെ എന്നുമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്.
ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയിൽ അപ്രതീക്ഷിത സന്ദർശനമാണ് ചാണ്ടി ഉമ്മൻ നടത്തിയത്. ലോകം മാറുമ്പോൾ കേരളവും മാറണം. പോസിറ്റീവായി ഒരു കാര്യം നടക്കുമ്പോൾ പോസിറ്റീവായി തന്നെ എടുക്കണം. 9 വർഷം മുൻപ് നടത്തേണ്ട പരിപാടിയായിരുന്നു. വൈകിപ്പോയെന്ന് മാത്രമേ തോന്നുന്നുള്ളൂ. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണല്ലോ എന്നും കേരളം വികസിക്കണമെന്നുമായിരുന്നു മാധ്യമങ്ങളോടുള്ള ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. ഭരണപ്രതിപക്ഷ വേർതിരിവുകൾ ഒന്നുമില്ലാതെ നല്ലൊരു നാളേക്കായാണ് ഇനി നമ്മൾ ഒരുങ്ങേണ്ടത്. വികസന സ്വപ്നങ്ങൾ പൂവിടുന്ന നിരവധി പ്രഖ്യാപനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് സമാപിക്കുമ്പോൾ വരാൻ പോകുന്ന പുതിയ പദ്ധതികൾക്കായി കേരള ജനത കാത്തിരിക്കുകയാണ്.